ഹലോ എക്സൽ ഹെൽപ്പ് മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് ഇൻഷുറൻസുകളുടെ റിന്യൂവൽസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രാക്കറാണ്. ഈ ഒരു ഡേറ്റ ടേബിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസുമാണ്. ഇൻഷുറൻസ് വാലിഡിറ്റി ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എന്നീ ഡേറ്റുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇൻഷുറൻസിൻ്റെ ഡേറ്റ് എക്സ്പയറി ആവുന്നതനുസരിച്ച് ആ ഒരു സ്റ്റാറ്റസിൽ നമുക്കൊരു ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ഈ ഒരു ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇൻഷുറൻസ് എക്സ്പയറി ആയോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഇതുപോലെ തന്നെ ആ ഒരു വെഹിക്കിൾസിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാറ്റസ് സോൾഡ് ആണെങ്കിൽ ആ ഒരു എൻറ്റയർ ഷീറ്റ് ഇന്നാക്ടിവേറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ട്രാക്കിംഗ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പയറി ആകാൻ പോകുന്ന ഒരു ഇൻഷുറൻസിനെ 30 ഡേയ്സ് മുമ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി ഈ ഒരു ഷീറ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു ഫോമാറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു ഡേറ്റ ഒരു സെറ്റും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ട്രാക്കറിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വേർഡ് ആർട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് ആർട്ടിൻ്റെ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡേറ്റ ടേബിളിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഹെഡിങ്സ് ആണ്. അതിനായിട്ട് നമുക്ക് ഓരോ ഹെഡിങ്സ് ആയിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ ടേബിളിൽ വെഹിക്കിളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എല്ലാ ഹെഡിങ്സ് നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഇനി ആഡ് ചെയ്യേണ്ടത് ഇൻഷുറൻസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീൽഡാണ്. ആ ഒരു ഫീൽഡ് നമ്മുടെ ട്രാക്കറിൽ നമുക്ക് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കുക, അടുത്തതായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു കോളമാണ്. ഇപ്പോൾ നമ്മുടെ ട്രാക്കറിലെ എല്ലാ ഹെഡിങ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ട്രാക്കറിലേക്ക് ഡേറ്റ നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ കോപ്പി ചെയ്തതിന് ശേഷം വാല്യൂവിൽ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നമ്മുടെ ആ ഡേറ്റ നമുക്കിവിടെ ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാക്കറിലെ മാനുവൽ ഡേറ്റ എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാറ്റസ് ഫോമുലയാണ്. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഇഫ് ഫോമുല സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ലോജിക് ടെസ്റ്റായിട്ട് കൊടുക്കേണ്ടത് ഒരു ടുഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തതിന് ശേഷം ഇൻഷുറൻസിൻ്റെ ടു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഒരു മൈനസ് സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം ഒരു 30 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തതിന് ശേഷം ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻഷുറൻസിൻ്റെ ടു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് കോമ കൊടുക്കാം. അതിനുശേഷം ലോജിക് ടെസ്റ്റിലെ 30+ ഡേ ഫംഗ്ഷനെ നമുക്കൊരു ബ്രാക്കറ്റ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോമുലയെ ലോജിക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഒരു ഡബിൾ കോട്ട്സ് കൊടുത്തതിന് ശേഷം എക്സ്പയറി സൂൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡബിൾ കോട്ട്സ് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അപ് ടു ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡബിൾ കോട്ട്സ് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നോക്കാം, നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഷുറൻസിൻ്റെ ഡേറ്റ് എക്സ്പയറി ആവുന്നതനുസരിച്ച് ആ ഒരു സ്റ്റാറ്റസിൽ ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ട്രാക്കറിലെ ഈ ഒരു സ്റ്റാറ്റസ് ഹൈലൈറ്റ് ആകുന്നത് ഇൻഷുറൻസ് എക്സ്പയറി ആകുന്നതിന് 30 ഡേയ്സിന് മുമ്പ് ഈ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിൽ കാണാവുന്നതാണ്. അതിനുശേഷം സ്റ്റാറ്റസ് ഫീൽഡ് കണ്ടീഷണൽ ഫോമാറ്റിംഗ് കൊടുത്ത് ഒരു കളർ ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കണ്ടീഷണൽ ഫോമാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ് ടു ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഗ്രീൻ ഫിൽ വിത്ത് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ആ ഒരു സ്റ്റാറ്റസിലെ അപ് ടു ഡേറ്റ് എന്ന ഫീൽഡ് ഗ്രീൻ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. സെയിം ഇതേ മെത്തേഡിലൂടെ തന്നെ എക്സ്പയറി സോണും നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് എക്സ്പയറി സോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. ഈ കസ്റ്റമൈസ് ടാബിൽ നിന്ന് ഞാൻ ബോൾഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫോൺ കളർ റെഡ് സെലക്ട് ചെയ്യുകയാണ്. ഫിൽ വിത്ത് യെല്ലോ കളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നോക്കുക, നമ്മൾ കസ്റ്റമൈസ് ചെയ്തതനുസരിച്ച് ആ ഒരു സ്റ്റാറ്റസ് ഫീൽഡിൻ്റെ ആ ഒരു എക്സ്പയറിംഗ് സോൺ എന്ന ആ ഒരു സെക്ഷൻ ഹൈലൈറ്റ് ആവുന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് നമ്മൾ ട്രാക്കറിൽ ആഡ് ചെയ്യേണ്ട ഒരു സെക്ഷൻ ലൈവ് സോൾഡ് എന്ന ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാറ്റസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട ഒരു ഡേറ്റ വാലിഡേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ ടാബ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ വാലിഡേഷൻസ് ഓപ്പൺ ചെയ്ത് ഡേറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഫീൽഡിൽ നിന്നും എനി വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷം ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സോഴ്സ് ഫീൽഡിൽ നമുക്ക് ഏതൊക്കെ ലിസ്റ്റാണ് വേണ്ടത് അത് മാനുവലി നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക.
നോക്കുക, ഈ ഒരു ഫീൽഡിൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതനുസരിച്ച് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റാറ്റസ് ചേഞ്ച് അനുസരിച്ച് ഈ ഒരു എൻ്റയർ റോയിൽ ഒരു ചേഞ്ച് വരുന്നതും സ്റ്റാറ്റസ് ഫീൽഡിൽ ഇന്നാക്റ്റീവ് എന്ന ഒരു സ്റ്റാറ്റസ് വരുന്നതായിട്ടും കാണാം. ഈ ഒരു ചേഞ്ച്, ഈ ഒരു ഫോമാറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫോമുലയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഫ് ഫോമുല സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം വെഹിക്കിൾ സ്റ്റാറ്റസിൻ്റെ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു ഡബിൾ കോട്ട്സിന് ശേഷം ലൈവ് എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ കോട്ട്സ് കൊടുത്ത് ഒരു കോമ കൊടുക്കാം. അതിനുശേഷം ഫോമുലയുടെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു കോമ കൊടുത്ത് ഡബിൾ കോട്ട്സിൽ ഇന്നാക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കാം. ഇപ്പോൾ നോക്കുക, ഈ ഒരു സ്റ്റാറ്റസിൽ ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഈ ഒരു സ്റ്റാറ്റസ് സോൾഡ് ആകുന്നതനുസരിച്ച് സ്റ്റാറ്റസിൽ ഇന്നാക്റ്റീവ് എന്നാണ് നമ്മുടെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എൻ്റയർ റോ നമുക്ക് ഹൈലൈറ്റായി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഒരു ഡേറ്റ ടേബിൾ ഫുള്ളൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഹോം ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ ന്യൂ റൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസ് എ ഫോമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽ ടു ഫോമാറ്റ്, ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോമുല ഫീൽഡിൽ നമ്മുടെ ആ ഒരു വെഹിക്കിൾ സ്റ്റാറ്റസിൻ്റെ ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലെ രണ്ടാമത്തെ ഒരു ഡോളർ സൈന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ഒരു ഡബിൾ കോട്ട്സിൽ സോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡബിൾ കോട്ട്സ് കൊടുക്കാം. അതിനുശേഷം ഫോമാറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഒരു ഫോമാറ്റ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫിൽ വിത്തിൽ ഞാനൊരു ഡാർക്ക് ഒരു ഗ്രേ കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫോണ്ട് കളറായിട്ട് ഒരു ലൈറ്റ് ഒരു ഗ്രേ കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, സ്റ്റാറ്റസ് ബാറിൽ ഇന്നാക്റ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു എൻ്റയർ റോ ഹൈലൈറ്റ് ആയതായിട്ട് നമുക്ക് കാണാം. നോക്കുക, ഇതിന് ശേഷം ഈ ഒരു വെഹിക്കിൾ സ്റ്റാറ്റസ് സോൾഡ് സ്റ്റാറ്റസിലോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു എൻ്റയർ റോ സെലക്റ്റായി സ്റ്റാറ്റസിലും ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആവുന്നതായിട്ട് കാണാം. ഈ ഒരു ട്രാക്കർ ആർക്കും സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു ഇൻഷുറൻസിൻ്റെ ട്രാക്കിംഗ് ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.